രാധേകൃഷ്ണ. നാരായണീയം ദശകം 35 ശ്ലോകം 6. അസുരന്മാരോട് പോരാടുന്നതിനിടയിൽ ലക്ഷ്മണൻ ശക്തിയായുധമേറ്റ് മയങ്ങി വീണു. എങ്കിലും ഹനുമാൻ കൊണ്ടുവന്ന സഞ്ജീവിനി മല എന്ന ഔഷധമലയിൽ നിന്നുള്ള ഗന്ധം ഉൾക്കൊണ്ടതാൽ മയക്കം തെളിഞ്ഞ് വീണ്ടും ഉണർന്നു. പിന്നീട് യുദ്ധക്കളത്തിൽ മായവിദ്യകൾ കാണിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രജിത്തിനെ വധിച്ചു. എന്നാൽ രാമ, ഈ മായകളാൽ മനക്ലേശം അടഞ്ഞ അവിടുന്നിനെ വിഭീഷണൻ തൻ്റെ വാക്കുകളാൽ സാന്ത്വനപ്പെടുത്തി. പിന്നീട് ഭൂമി തന്നെ വിറയ്ക്കുമാറ് നടക്കുന്ന വാനർ സേനകളെ ഭക്ഷിക്കുന്ന കുംഭകർണനെ അവിടുന്ന് വധിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൗമിത്രിസ്തോത്ര ശക്തിപ്രഹൃതി ഗലദസുർ വാതജാനീതശൈല ഘ്രാണാത് പ്രാണാനുഭേദോ വ്യഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭനകുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖിലചമൂഭക്ഷിണം വ്യക്ഷിണോസ്ത്വം സൗമിത്രിസ്തോത്ര ശക്തിപ്രകൃതി ഗലദസുർവാതജാനീതശൈല ഘ്രാണാത് പ്രാണാനുഭേദോ വ്യഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. രാമനും ലക്ഷ്മണനും വാനര സൈന്യങ്ങളും അസുരർകളെ എതിർത്ത് പോരാടുകയിൽ ശക്തിയായുധത്താൽ താക്കപ്പെട്ട ലക്ഷ്മണൻ മയങ്ങി വീഴ്ந்தான். அப்பொழுது ஹனுமான் கொண்டு வந்த சஞ்சீவினி மலையில் இருக்கும் மூலிகையின் வாசத்தால் மயக்கம் தெளிந்ததும் மாயவித்தைகள் காட்டும் இந்திரஜித்தை வதம் பண்ணினான். ராமா, நீ அவர்களின் மாயவித்தைகளை கண்டு கலங்கி நின்றாய். அப்பொழுது விபீஷணனின் வார்த்தைகள் உன்னை மனக்கவலையில் இருந்து விடுவித்தது. உன்னை எதிர்த்து வந்த பூமியை நடுங்கும்படி நடப்பவனும் வானர சேனைகளை உண்பவனுமான கும்பகர்ணனை நீ வதம் பண்ணினாய் என்று இந்த ஸ்லோகத்தில் பட்டதிரி சொல்லியுள்ளார். இனி அடுத்த வீடியோவில் மற்ற ஸ்லோகங்களை பற்றி பார்ப்போம். சர்வத்திர கோவிந்த நாம சங்கீர்த்தனம் கோவிந்தா கோவிந்தா. ராதே கிருஷ்ணா.